ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം. ബാറക്മൂർ. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരദേശത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി അവിടെ ഇരിപ്പിൻ, ഞാനും ബാലന് അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിന് വിറക് എടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ചുമലിൽ വെച്ചു. തെയ്യും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, ഇന്ന് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു. വിറക് അടുക്കി തന്റെ മകൻ ഇസ്ഹാക്കിനെ കിട്ടി യാഗപീഠത്തിന്മേ വിറകിൻ മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്ത്. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യുമരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടിൻകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ യിരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ ദൂതൻ 2-മതും ആകാശത്ത് നിന്ന് അബ്രഹാമിനെ വിളിച്ച് അരുളി ചെയ്തത് നീ കാര്യം ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രത്തിലേതുപോലെ കടൽക്കരയിലെ മണൽ പോലെയും അത്യുത്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. അവർ ഒന്നിച്ച് പുറപ്പെട്ട് ബേർശേബയിലേക്ക് പോന്നു. അബ്രഹാം ബേർശേബയിലേക്ക് പാർത്തു. അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നാഹോരിനും മക്കളെ പ്രസവിച്ചിരുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അവർ ആരെന്നാൽ, ആദ്യജാതൻ ഊസ്, അവൻ്റെ അനുജൻ ബൂസ്, ആരാമിൻ്റെ പിതാവായ കെമൂവേൽ, കേശത്, ഹസോ, പിൽദാശ്, ഇദലാഫ്, ബെതുവേൽ റിബെക്കായെ ജനിപ്പിച്ചു. ഈ 8 പേരെ മിൽക്ക അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിനെ പ്രസവിച്ചു. അവനെ വെപ്പാട്ടിയുമാ എന്നവളും തേബെക്, ഗഹാം, തഹസ്, മാഹ എന്നിവരെ പ്രസവിച്ചു. പാർക്കൂ.